ഹായ്. ഇന്ത്യൻ ഹിന്ദു മിത്തോളജി പ്രകാരം ഇന്ത്യയിലെ രജപുട്സ് എല്ലാവരും ഒന്നെങ്കിൽ സൂര്യ ക്ലാൻ, ചന്ദ്ര ക്ലാൻ അഥവാ അഗ്നി ക്ലാൻ, ഈ മൂന്ന് ക്ലാൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെടുന്നവരായിരിക്കും. ക്ലാൻ എന്ന വാക്കിന്റെ മലയാള അർത്ഥം കുലം എന്നാണ്. ഓക്കെ, അപ്പോ അതില് അഗ്നി ക്ലാൻ അഥവാ അഗ്നി കുലത്തിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്ന് ഉള്ള ഒരു കഥ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. മൗണ്ട് അബു, ഇന്നത്തെ രാജസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന മൗണ്ട് അബു എന്ന ഒരു മലയില് വസിഷ്ഠ മുനി എന്ന് പറയുന്ന ഒരു മഹർഷി ഒരു യാഗം നടത്തി. ഓക്കെ, യാഗം എവിടെയായിരിക്കും നടത്തുക? ഒരു വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിലിരുന്ന് കുറെ പൂജകളും യാഗങ്ങളൊക്കെ ചെയ്തായിരിക്കും എന്താ പറയാ ഈ യാഗം നടത്തുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ യാഗം നടത്തിക്കൊണ്ടിരിക്കാതെ കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വലിയ രൂപം ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചുപോയി. എന്നിട്ട് ആ രൂപം കുറച്ചു നേരം അങ്ങനെ അവിടെ നിന്നു. അതിനുശേഷം ഈ രൂപം നാലായിട്ട് പൊട്ടിച്ചിതറി. ഓക്കെ, അങ്ങനെ ആ ചിതറിയ ഭാഗത്തു നിന്ന് ഡെവലപ്പ് ചെയ്ത കിങ്ഡംസ് അല്ലെങ്കിൽ രാജവംശങ്ങളാണ് പ്രതിഹാരാസ്, ചൗഹാൻസ്, സോളങ്കീസ് അഥവാ ചാലൂക്യാസ് ഓഫ് ഗുജറാത്ത്, അതുപോലെ പരമാരാസ്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന രജ്പുത് കിങ്ഡത്തിന്റെ ഒറിജിൻ. ഓക്കെ, ഇനി ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ബാക്കി UPSCക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജ്പുത് കിങ്ഡംസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അവിടുത്തെ ഇമ്പോർട്ടന്റ് കിങ്സും അവരുടെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസും ആയിരിക്കും ഇനി വരുന്ന സെഷനിൽ നമ്മൾ നോക്കാൻ പോകും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും CISന്റെ മെഡീവൽ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോ രജ്പുത് കിങ്ഡത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൽ മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗുർജാര പ്രതിഹാരാസ് അവര് വീക്കൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്യൂഡേറ്ററീസ് ആയിട്ടുള്ള കുറച്ച് റീജിയണൽ പവേഴ്സ് ഡെവലപ്പ് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത കിങ്ഡം ആണ് നോർത്ത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നവരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് രജ്പുത് കിങ്ഡംസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് 80% ഓഫ് രജ്പുത് കിങ്സും ഈ പറയുന്ന ഗുർജാര പ്രതിഹാരാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. പക്ഷെ വളരെ കുറച്ചു പേര് രാഷ്ട്രകൂദാസിന്റെയും ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ ആൻഡ് ഇവര് അല്ലെങ്കിൽ രജ്പുട്സ് സ്ട്രോങ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏതാണ്? 7th to 12th സെഞ്ചുറി CE ആണ്. ആൻഡ് ഇവർക്ക് ഇവരുടേതായ ആ ഒരു ലൈക്ക് ഭയങ്കര മാർഷ്യൽ ട്രഡീഷൻസും ലോയൽറ്റി, നല്ല ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അതുപോലെ നല്ല എന്താ പറയാ സ്ട്രോങ് ബാരിയേഴ്സ് ആയിരുന്നു ഈ രജ്പുട്സ്. ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ പ്രത്യേകത. ഓക്കെ, നല്ല വീറും വാശിയും ഒക്കെ ഉള്ള നല്ല ധീര യോദ്ധാക്കളായിരുന്നു ഈ പറയുന്ന രജ്പുട്സ്. ആൻഡ് വൺ മോർ തിങ്, ഇവർക്ക് പരസ്പരം ഭയങ്കര വഴക്കും ബഹളമായിരുന്നു. ആരും തമ്മിലൊരു യൂണിറ്റിയും ഉണ്ടായിരുന്നില്ല. കാരണം ഓരോരുത്തർക്കും തങ്ങളുടെ ഒപ്പം അപ്പുറത്തെ സ്ഥലം കൂടെ കൈയടക്കണം എന്നുള്ള ആ ഒരു വാശിയായിരുന്നു ഇവർക്ക് മൊത്തത്തില്. ഇപ്പൊ ചതിക്കുക വഞ്ചിക്കുക അതും ഇവരുടെ ഒരു സ്വഭാവത്തിൽ പെടുന്നതായിരുന്നു. ഓക്കെ, പിന്നെ ഇവൻ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ആയിരുന്നു ഇവർ ലൊക്കേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഇവർ ഒത്തിരി ഫോറിൻ ഇൻവേർഡേഴ്സിന്റെ അറ്റാക്ക് ഇവര് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം അറബ് റൂളേഴ്സും തുർക്കിഷ് റൂളേഴ്സും പിന്നെ അങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പം പേർഷ്യ, അറേബ്യ അവിടെ നിന്നൊക്കെ വരുന്ന ഒത്തിരി റൂളേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം ഇവരെ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നത്. പുറത്തുനിന്ന് വന്നവരാ, മനസ്സിലായോ? അപ്പൊ ഇവർ മാക്സിമം ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചു, എങ്കിൽ പോലും ചെറുത്ത് നിന്നിട്ടുമുണ്ട്. പക്ഷെ ഇവർക്കൊരു യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ പല തുർക്കിഷ് റൂളേഴ്സ് അല്ലെങ്കിൽ ഇൻവേർഡേഴ്സ് ഇന്ത്യയിൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ പിടിച്ചടക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് ഇവർ ഒത്തിരി ആർക്കിടെക്ചറിനെയൊക്കെ ധാരാളം പേട്രണൈസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കുന്ന സോളങ്കി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഖജുറാവോ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ പല ഫോംസ് ആണുള്ളത്. അപ്പൊ ഇതൊക്കെ പേട്രണൈസ് ചെയ്തത് ഈ രജ്പുത് കിങ്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, രജ്പുത് കിങ്ഡത്തിന്റെ ആ ഒരു ലൈക് ഫുൾ ബ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവത്തിന്റെ രീതികളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ് നമ്മുടെ
ദീപിക പതുക്കോണും രൺവീർ സിംഗും ഷാഹിദ് കപൂറും ഒക്കെ അഭിനയിച്ചിട്ടുള്ള പത്മാവത്. ഓക്കെ, പത്മാവത് എന്തായാലും ഈ ചാപ്റ്റർ കാണുന്നതിന്റെ കൂടെ നിങ്ങൾ സിനിമയും കൂടെ ഒന്ന് കണ്ടു. കാര്യം നിങ്ങൾക്ക് ആ രജ്പുത് അവരുടെ ആ ഒരു ലൈക്ക് അവരുടെ ആ കൺസ്ട്രക്ഷൻസിന്റെ ഒക്കെ പ്രത്യേകത, ആർക്കിടെക്ചറിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്വഭാവത്തിലുള്ള കുറച്ച് സവിശേഷതകൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ഭയങ്കര ലോയൽറ്റി ഇതൊക്കെ ഉണ്ടെന്ന്. അതുപോലെ അവര് എന്താ പറയാ, ജീവൻ പോയാലും ആദർശം കൈവിടില്ല, അങ്ങനത്തെ കുറച്ച് പ്രത്യേകത ഉള്ള ആൾക്കാരാണ്. അതൊക്കെ ആ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ പറ്റും, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ സിനിമയും കണ്ടു ഇത് പഠിക്കുന്നതിന്റെ കൂടെ. നെക്സ്റ്റ്, ഇനി ഒരു ഈ രജ്പുത് കിങ്ഡം അല്ലെങ്കിൽ രജ്പുത് കിങ്സിന്റെ അടിയിൽ നമ്മൾ ലൈക്ക് ഈ ഒരു ഡൈനാസ്റ്റിന്റെ അടിയിൽ നമ്മളൊരു 30-32 ഡൈനാസ്റ്റീസിനെ പഠിക്കും. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. അതിൽ ആവശ്യമുള്ള കുറച്ച് കിങ്ഡംസ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് അത് ഏതൊക്കെയാണ്, ആൻഡ് അതൊരു റീജിയൻ വൈസ് നമുക്ക് ഒന്നുകൂടെ സെഗ്രിഗേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആണ് നോർത്തേൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചൗഹാൻസ് ഓഫ് അജ്മീർ, രാജസ്ഥാന്റെ ആ ഭാഗത്ത്, തോമാർസ് ഓഫ് ഡൽഹി, ഗഹഡാവാലാസ് ഓഫ് കനൌജ് അഥവാ UP. ഇതാണ് ഇവരുടെ പ്രസന്റ് ലൊക്കേഷൻ. ഇത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ 6 ഇന്നത്തെ ഈ ഒരു ഫുൾ ക്ലാസ്സിൽ നമ്മൾ 6 രജ്പുട്സിനെയാണ് ഇൻ ഡീറ്റെയിൽ പഠിക്കുക. ഇത് കൂടാതെ കുറച്ച് പേരുണ്ട് എങ്കിൽ പോലും ഇതുവരെ വന്നതും ലൈക്ക് ഇപ്പോഴും സിഗ്നിഫിക്കന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതുമായിട്ടുള്ള രജ്പുട്സ് ഇതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എന്താ പറയാ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് ഇത് മാത്രം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ചൗഹാൻസ്, അവരുടെ ക്യാപിറ്റൽ, അവരുടെ ഇമ്പോർട്ടന്റ് കിങ്സ് ആരൊക്കെയായിരുന്നു, അവിടെയുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇപ്പൊ കുറച്ച് റെലവെന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇനി ഓരോ സെഷനിലും ഓരോ രജ്പുട്സിനെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതാണ് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ പറയുന്ന 6 രജ്പുട്സും നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സിലൊക്കെ ഏതെങ്കിലും രജ്പുത് കിങ്സിനെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് പേരും അവരുടെ ക്യാപിറ്റലും പിന്നെ എന്തെങ്കിലും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഇമ്പോർട്ടന്റ് കിങ്സും മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ പറയുന്നത് ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ നോക്കുന്നത്, നോർത്തേൺ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള രജ്പുട്സ് ആണ് ചൗഹാൻസ് ഓഫ് അജ്മീർ, ഇപ്പോഴത്തെ ലൊക്കേഷൻ ഇവിടെ രാജസ്ഥാനില്. നെക്സ്റ്റ് തോമാർസ് ഓഫ് ഡൽഹി തന്നെ. അടുത്താണ് ഗഹഡാവാലാസ് ഓഫ് കനൌജ് അഥവാ UP, ആ ഒരു ഏരിയയിലാണ് ഗഹഡാവാലാസ് ഓഫ് കനൌജ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ്, അത് മധ്യപ്രദേശ് UP ആ ഒരു ഏരിയയിലാണ് ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ്. അടുത്താണ് പരമാരാസ് ഓഫ് മാൾവ, അതും മധ്യപ്രദേശ് രാജസ്ഥാൻ ആ ഒരു റീജിയനിലാണ് പരമാരാസ് ഓഫ് മാൾവ ഉള്ളത്, സെൻട്രൽ ഇന്ത്യയുടെ ഒരു ഭാഗം. ആൻഡ് വെസ്റ്റേൺ ഇന്ത്യയിലാണ് സോളങ്കീസ് ഓഫ് ഗുജറാത്ത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന രജ്പുട്സ് ഏതൊക്കെയാ? ഫസ്റ്റ് ചൗഹാൻസ് ഓഫ് അജ്മീർ, തോമാരാസ് ഓഫ് ഡൽഹി, തോമാരാസ് എന്നും പറയുന്നുണ്ട്, തോമാർസ് എന്നും പറയുന്നുണ്ട് കേട്ടോ. മൂന്നാമത് ഗഹഡാവാലാസ് ഓഫ് കനൌജ്, പിന്നെ ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ്, പരമാരാസ് ഓഫ് മാൾവ, ലാസ്റ്റ് സോളങ്കീസ് ഓഫ് ഗുജറാത്ത് അല്ലെങ്കിൽ ചാലുക്യാസ് ഓഫ് ഗുജറാത്ത് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോ ഈ മാപ്പ് എന്തായാലും പഠിച്ചു വെക്കുക. ഇവിടെയാണ് തോമാരാസ്. ഇതിന്റെ നെക്സ്റ്റ് ടുവേർഡ്സ് തോമാരാസിന്റെ ഈസ്റ്റിലോട്ട് ആരുണ്ട്? ഗഹഡാവാലാസ്. വെസ്റ്റിലോട്ട് ചഹമാനാസ് അഥവാ ചൗഹാൻസ്. ഈ ചഹമാനാസ് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വാക്കാണ്. അതിന്റെ ലൈക്ക് നമ്മൾ നോർമലി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കൊളോക്കിയലി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ചൗഹാൻസ്. അപ്പം ചഹമാനാസും ചൗഹാൻസും ഒന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ തോമാർസ് ടുവേർഡ്സ് ഇറ്റ്സ് ഈസ്റ്റ്, ഗഹഡാവാലാസ് വെസ്റ്റില് ചഹമാനാസ്, പിന്നെ ചണ്ടേലാസ്, ബുന്ദേൽഖണ്ഡ് പറഞ്ഞില്ലേ, പരമാരാസ് ഓഫ് മാൾവ, ഗുർജാര പ്രതിഹാരാസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഇവിടെയാണ് സോളങ്കീസ് പിന്നീട് വരുന്നത്. പാലാസ് ഒക്കെ ഈ സമയത്ത് കണ്ടംപററീസ് ആയിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇനി ഇൻ ഡീറ്റെയിൽ ഓരോ രജ്പുത് കിങ്ഡംസും പഠിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോവാണ് ആരെ പറ്റി? ചൗഹാൻസ് ഓഫ് അജ്മീർ. ഓക്കെ, സോ ചൗഹാൻസ് ഓഫ് അജ്മീറിന്റെ ഇനീഷ്യൽ, അജ്മീർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ രാജസ്ഥാന്റെ ആ ഒരു ഏരിയ ആണ് അവരുടെ പഴയ ലൊക്കേഷൻ. ഓക്കെ, അവര് ക്യാപിറ്റൽ ആയിട്ട് തുടങ്ങിയ സ്ഥലം ഏതാ? ശാകാംബരി. ഓക്കെ, പിന്നീടാണ് അവര് അജ്മീറിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തത്. ആൻഡ് ഇത് ഫൗണ്ട് ചെയ്ത ഫൗണ്ടർ ആരാണ്? സിംഹരാജ. സിംഹരാജ എന്ന് പറയുന്ന രാജാവാണ് ഈ എന്താ നമ്മുടെ ചൗഹാൻസ് ഓഫ് അജ്മീറിന്റെ ഫൗണ്ടർ. ക്ലിയർ അല്ലേ?
ആൻഡ് ഇവരുടെ ഒറിജിനെ പറ്റി പറയുന്ന രണ്ട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് അതിന്റെ പേര് ഞാൻ പറയാം, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സേവാഡി ഇൻസ്ക്രിപ്ഷൻ, സേവാഡി, SEVADI, സേവാഡി ഇൻസ്ക്രിപ്ഷൻ ഓഫ് രത്നപാൽ. രത്നപാൽ എന്ന് പറയുന്ന ഒരു രാജാവ്, ഒരു എന്താ പറയാ, ഇയറും ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. 1119 CE രത്നപാൽ എന്ന് പറഞ്ഞ രാജാവ് എഴുതിയുണ്ടാക്കിയ സേവാഡി ഇൻസ്ക്രിപ്ഷനിൽ ഈ ചൗഹാൻസിന്റെ ഒറിജിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ആ ഒറിജിനിൽ എന്താണ് പറയുന്നത്? ചൗഹാൻസ് എന്ന് പറയുന്നത് ഇന്ദ്ര എന്ന് പറയുന്ന ദേവന്റെ കണ്ണിൽ നിന്ന് ഉണ്ടായ ഒരു രാജവംശമാണെന്നാണ് സേവാഡി ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? സേവാഡി ഇൻസ്ക്രിപ്ഷൻ ബൈ രത്നപാൽ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ സേവാഡി ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നു ചൗഹാൻസ് എന്ന് പറയുന്ന രാജവംശം ഒറിജിൻ ചെയ്തത് ഇന്ദ്രൻ എന്ന ദേവന്റെ കണ്ണിൽ നിന്നാണ്. മനസ്സിലായോ? മറ്റൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അത് എഴുതപ്പെട്ട ഇയർ ആണ് 1170 CE, 1170 CE. ഓക്കെ, ആ ഇൻസ്ക്രിപ്ഷന്റെ പേരാണ് ബിജോളിയ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് സോമേശ്വര. ബിജോളിയ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് സോമേശ്വര. ഓക്കെ, അത് 1170 CE എഴുതിയത്. അതിൽ പറയുന്നത് ഈ പറയുന്ന ചൗഹാൻസ് എന്ന് പറയുന്ന ആൾക്കാർ വസിഷ്ഠ മഹർഷിയുടെ ഗോത്രത്തിൽ നിന്ന് ഉണ്ടായ രാജവംശമാണ്. ക്ലിയർ ആണല്ലോ? ബിജോളിയ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നു ചൗഹാൻസ് വസിഷ്ഠ മഹർഷിയുടെ ഗോത്രത്തിൽ നിന്നുണ്ടായ രാജവംശമാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ രണ്ട് ഇൻസ്ക്രിപ്ഷൻ, ഫസ്റ്റ് സേവാഡി ഇൻസ്ക്രിപ്ഷൻ, രണ്ടാമത് ബിജോളിയ ഇൻസ്ക്രിപ്ഷൻ. ഇത് രണ്ടും ചൗഹാൻസിന്റെ ഒറിജിനെ പറ്റി പറയുന്ന ഇൻസ്ക്രിപ്ഷനാണ്. ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആയിട്ട് ഈ ഇൻസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ബിജോളിയ ഇൻസ്ക്രിപ്ഷനും സേവാഡി ഇൻസ്ക്രിപ്ഷനും ചൗഹാൻസിന്റെ ഒറിജിനെ പറ്റി പറയുന്ന രണ്ട് ഇൻസ്ക്രിപ്ഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, കാര്യം മനസ്സിലായോ? ആദ്യം പറയുന്നു സേവാഡിയയില് ഇന്ദ്രദേവന്റെ കണ്ണിൽ നിന്നുണ്ടായതാണ് ചൗഹാൻസ്. ബിജോളിയ ഇൻസ്ക്രിപ്ഷനിൽ വസിഷ്ഠ മഹർഷിയുടെ ഗോത്രത്തിൽ പെടുന്നവരാണ് ചൗഹാൻസ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഫൗണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു സിംഹരാജയാണ് ഇതിന്റെ ഫൗണ്ടർ. ആൻഡ് ഇവിടുത്തെ നോട്ടബിൾ റൂളേഴ്സ് ആണ് ആരൊക്കെ? വിഗ്രഹ രാജ ഫോർ പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. സോ പൃഥ്വിരാജ് ചൗഹാൻ ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യേണ്ട രാജാവ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചൗഹാൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റൂളറാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ, ഇനി ഇദ്ദേഹം നടത്തിയ ബാറ്റിൽസ് ആണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഇദ്ദേഹം രണ്ട് ബാറ്റിൽ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ 1191 സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ 1192. ഓക്കെ, ഇത് രണ്ടും ഇദ്ദേഹം ആർക്കെതിരെ നടത്തിയേ? മുഹമ്മദ് ഗോരി. ഓക്കെ, അപ്പൊ മുഹമ്മദ് ഗോരിക്കെതിരെ പൃഥ്വിരാജ് ചൗഹാൻ നടത്തിയ രണ്ട് യുദ്ധങ്ങളാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനും സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനും. ഓക്കെ, ഇതില് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനില് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ജയിച്ചു. ഓക്കെ, ഇനി ഈ യുദ്ധം വന്ന ഒരു കഥയുണ്ട്, അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. നമ്മള് കഴിഞ്ഞ മാപ്പിൽ പഠിച്ചില്ലേ ഈ ഗഹഡാവാലാസ്? പിക്ചർ ഇച്ചിരി ക്ലാരിറ്റി കുറവാ. ഗഹഡാവാലാസ്. ഓക്കെ, ഈ ഗഹഡാവാല എന്ന് പറയുന്ന കിങ്ഡത്തിലെ ഒരു രാജാവായിരുന്നു ജയചന്ദ്രൻ. ഓക്കെ, ഈ ജയചന്ദ്രയുടെ മോള് സംയുക്തയായിട്ട് പൃഥ്വിരാജ് ചൗഹാന് ചെറിയൊരു പ്രണയം ഉണ്ടായി. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി മകൾക്കൊരു അഫയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോ ഏതൊരച്ഛനെ പോലെ ഈ ഗഹഡവാല രാജാവായിട്ടുള്ള ജയചന്ദ്ര എന്ത് ചെയ്തു? ഈ അലയൻസ് അല്ലെങ്കിൽ ഈ ഒരു അഫയർ അദ്ദേഹം അംഗീകരിച്ചില്ല. അതിനെ എതിർത്തു. അപ്പോ പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തു? സംയുക്തനെ കൊണ്ട് ഒളിച്ചോടി. ആ ദേഷ്യത്തിന് പൃഥ്വിരാജ് ചൗഹാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗഹഡവാല രാജാവായിട്ടുള്ള ജയചന്ദ്ര മുഹമ്മദ് ഘോരിനെ എവിടെന്ന്? അഫ്ഗാനെന്ന് വിളിച്ചു വരും. മനസ്സിലായോ? അപ്പൊ തന്റെ മകളെ അടിച്ചുകൊണ്ട് പോയതിന്റെ ദേഷ്യത്തില് പുറത്തുനിന്നൊരു രാജാവിനെ പൃഥ്വിരാജ് ചൗഹാനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആര് വിളിച്ചുകൊണ്ടുവരാണ്? ജയചന്ദ്ര വിളിച്ചുകൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മുടെ മുഹമ്മദ് ഘോരി ഇന്ത്യയിലേക്ക് എത്തുന്നതും അദ്ദേഹവും പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് പൊരിഞ്ഞ യുദ്ധം നടക്കുന്നത്. അതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ. നടക്കുന്ന ഇയർ ആണ് 1191 CE. ഈ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് മറക്കരുത്, ഇത് എന്തായാലും ഓർത്ത് വയ്ക്കും. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ആര് തമ്മിലാ? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഘോരി.
ഓക്കെ. ഈ ഒരു സമയത്ത് പൃഥ്വിരാജ് ചൗഹാൻ നല്ല വീറും വാശിയിരിക്കുക. കാരണം തന്റെ ഭാര്യനെതിരെ ഭാര്യയുടെ അച്ഛനും ആയിട്ട് ഉള്ള, അതായത് ഭാര്യയുടെ അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധമാണല്ലോ. പുള്ളി ഫുൾ പവറിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കും അവിടെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ആ ഒരു വൈഫിന്റെ മുന്നിലും തന്റെ വീരത്വം എന്താ പ്രൂവ് ചെയ്യണം, അമ്മായിച്ചിന്റെ മുന്നിലും പ്രൂവ് ചെയ്യണം. അപ്പൊ നല്ല ഫുൾ പവറിൽ നിന്നുകൊണ്ട് പുള്ളി ജയിച്ചു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ജയിച്ചു. ഓക്കെ. ആ യുദ്ധത്തിൽ എന്ത് ചെയ്തു, നമ്മുടെ മുഹമ്മദ് ഗോരി തിരിഞ്ഞോടി. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രജപൂട്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര ആദർശവാന്മാരാണ്. അപ്പൊ ഈ ആദർശം കയ്യിലിരിക്കുന്നതുകൊണ്ട് ഈ തിരിഞ്ഞോടിയവരെ കൊല്ലില്ല അവര്. ഓക്കെ, തിരിഞ്ഞോടി എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിച്ചു. അവർ തിരിഞ്ഞോടി. അവരെ എന്ത് ചെയ്തു, ഈ പൃഥ്വിരാജ് ചൗഹാൻ വെറുതെ വിട്ടു. ആദർശം കാരണം വെറുതെ വിട്ടു. വെറുതെ വിട്ടത് കൊണ്ട് പുള്ളിക്ക് എന്ത് പറ്റി, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതേ മുഹമ്മദ് ഗോരി കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് രാത്രിയാന്ന് തോന്നുന്നു യുദ്ധത്തിന് വന്ന് പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചു. മനസ്സിലായോ? അന്നേ കൊല്ലേണ്ട കാര്യമുള്ളൂ, അന്ന് ഈ ആദർശം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് മുഹമ്മദ് ഗോരി ഒന്നുകൂടെ കാര്യങ്ങള് ടാക്ടിക്സ് ഒക്കെ നല്ലപോലെ പഠിച്ച് പുള്ളി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്ന് നെക്സ്റ്റ് ഇയർ 1192 സിയില് പൃഥ്വിരാജ് ചൗഹാനെ വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചു. ഓക്കെ. ഈ ഇനിയും ഒരു കഥയുണ്ട്. അത് ഈ പൃഥ്വിരാജ് ചൗഹാന്റെ കോഡ് പോയിന്റ് ആയിട്ടുള്ള, നമ്മളിവിടെ പറയും പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതി അദ്ദേഹത്തിന്റെ കോഡ് പോയിന്റ് ചന്ദ് ബർദോയി ഈ പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയൊരു കഥയാണ്. ഞാൻ പറഞ്ഞതിൽ ചെറിയ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവും. അതായത് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാനെ പറ്റി എഴുതിയ ഒരു ബുക്കാണ്. ആരാ എഴുതിയത്? ചാന്ദ് ബർദോ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ കോഡ് പോയിന്റ്. ഓക്കെ. അതിലൊരു ഇൻസിഡന്റ് പറയണ്ട. അതായത് ഈ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ, അതില് ഈ പറയുന്ന മുഹമ്മദ് ഗോരി പൃഥ്വിരാജ് ചൗഹാനെ തോപ്പിച്ച് ഇദ്ദേഹം തോറ്റ് കീഴടങ്ങിയിരിക്കുമ്പോൾ തോറ്റ് കീഴടങ്ങിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണ് മുഹമ്മദ് ഗോരി ചൂഴ്ന്നെടുക്കാണ്. ആരുടെ? പൃഥ്വിരാജ് ചൗഹാന്റെ കണ്ണ് മുഹമ്മദ് ഗോരി ചൂഴ്ന്നെടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ ചാന്ദ് ബർദോയ് പോയിട്ട് പറഞ്ഞു, എന്റെ രാജാവിന് കണ്ണ് ചൂഴ്ന്നെടുത്താലും ശബ്ദം കേട്ടുകൊണ്ട് ശത്രുവിനെ എന്താ പറയാ ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? അതായത് ഒരു ശബ്ദം വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് തന്റെ ആൾക്കാര് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ശത്രുവിന് എന്താന്ന് വെച്ചാൽ ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് അസ്ത്രം എയ്ത് തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ അസ്ത്രം കറക്റ്റ് അങ്ങനെ ആ ഒരു ശബ്ദം വെച്ച് അസ്ത്രം ചെയ്ത് ആ പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുമെന്ന് ചാന്ദ് ബർദോയ് പറയാണ്. നമ്മുടെ മുഹമ്മദ് ഗോരി എന്തായാലും അത്രയും കഴിവുള്ളവരാണ്, എന്നാ ഒന്ന് ചെയ്യുന്നു പറയൂലോ. പറഞ്ഞു. ഓക്കെ. അപ്പം എന്ത് ചെയ്തു, ഈ പറയുന്ന മുഹമ്മദ് ഗോരിയുടെ കമാൻഡർ ആണെന്നാണ് പറയപ്പെടുന്നത്. അതും കറക്റ്റ് ആണെന്ന് അറിയില്ല. ഓക്കെ. കമാൻഡർ അവിടെ നിന്ന് ഒരു മണി കിലിക്കും. ഓക്കെ. അപ്പോ പൃഥ്വിരാജ് ചൗഹാൻ ഈ മണി കിലിക്കുന്ന ആളുടെ ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് അമ്പെയ്ത് ഈ മുഹമ്മദ് ഗോരിയുടെ കമാൻഡറെ എന്ത് ചെയ്തു, അമ്പെയ്ത് വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇത് കണ്ടിട്ട് നമ്മുടെ മുഹമ്മദ് ഗോരിക്ക് അതിലേറെ ദേഷ്യം വന്ന് പുള്ളി എന്ത് ചെയ്തു, വാളെടുത്ത ഒരൊറ്റ വീശിന് പൃഥ്വിരാജ് ചൗഹാന്റെ തലയങ്ങ് വെട്ടിക്കളഞ്ഞു. ഓക്കെ. ഇതും ഒരു കഥയാട്ടോ. അതായത് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന ആ ഒരു ലിറ്ററേച്ചറിൽ എഴുതിയ ഒരു കഥയാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഓക്കെ. ഇതൊന്നും പഠിക്കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കഥ പറഞ്ഞു തന്നെ. ഓക്കെ. അപ്പം അത്രയും കഴിവുള്ള ആളായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ മനസ്സിലായല്ലോ, അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായി. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 1191 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ, അതിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന തോറ്റുപോയ മുഹമ്മദ് ഗോരി തിരിച്ചു വന്ന് തോൽപ്പിച്ച് തലവെട്ടിക്കളഞ്ഞു. അത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ 1192 സിഇ. ഓക്കെ. ഇനി ഈ നമ്മുടെ ചൗഹാൻസ് ഇന്ത്യയിലേക്ക് ചെയ്ത മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാ? അപ്പൊ ആർക്കിടെക്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താരാഗഡ് ഫോർട്ട് ഉണ്ടാക്കി. ആദായ് ദിൻക ചോബ്ര എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനും ഇവരുടെ ടൈം പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായതാണ്. ഇതൊക്കെ രാജസ്ഥാൻ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ പൃഥ്വിരാജ് ചൗഹാന്റെ കോഡ് പോയിന്റ് ആയിട്ടുള്ള ചന്ദ് ബർദോയ് അദ്ദേഹത്തെ പറ്റി എഴുതിയ പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ അവരുടെ ആ ലൊക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാണ് അരവല്ലി ഹിൽസ്, അതുപോലെ അനാസാഗർ ലേക്ക് അവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത്, പുഷ്കർ ലേക്ക്. ഇതൊക്കെയാണ് അതിൽ കൂടെ പോകുന്ന ഇമ്പോർട്ടന്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്.
ഇനി നിങ്ങൾ ന്യൂസിലോ മറ്റെന്തിനെങ്കിലും ഏതെങ്കിലും ഇമ്പോർട്ടന്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയോ നാഷണൽ പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഇതിനോട് അടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ അതും ഈ നോട്ടിന്റെ കൂടെ ആഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും എൻവയോൺമെന്റൽ എന്തെങ്കിലും എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഇതൊക്കെ ഇതിനോട് അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ആഡ് ഓൺ ചെയ്യും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആൾക്കാരാണ് ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. നെക്സ്റ്റ് കിങ്ഡം ആണ് രജ്പുത് കിങ്ഡം ആണ് ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. ഓക്കെ, ക്യാപിറ്റൽ നോക്കൂ, ഗജറാഹോ. ആൻഡ് ഫൗണ്ടർ എന്ന് പറയുന്നത് നന്നുകയാണ്. ഇവിടുത്തെ നോട്ടബിൾ റൂളേഴ്സ് ആണ് ധങ്ക, വിദ്യാധര. ഓക്കെ, ആൻഡ് ഇവരും മഹമ്മൂദ് ഓഫ് ഗസ്നി, അതാണ് ആദ്യം ഇന്ത്യയിലേക്ക് വരുന്ന പേർഷ്യൻ ഇൻവേഡർ. അദ്ദേഹത്തിനെതിരെ നല്ലപോലെ ചെറുത്ത് നിന്നിട്ടുണ്ട്. ആര്? ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. അധികം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കയറ്റാതെ ചെറുത്ത് നിന്ന ആൾക്കാരാണ് ഇവർ. ആരെ? മഹമ്മൂദ് ഓഫ് ഗസ്നീന്. ആൻഡ് ഇവരുടെ ഇമ്പോർട്ടന്റ് ആർക്കിടെക്ചേഴ്സ് ആണ് ഖജറാഹോ ടെമ്പിൾ, കാന്താരിയ മഹാദിയോ ടെമ്പിൾ ഒക്കെ. ആൻഡ് ഇവർ ഡെവലപ്പ് ചെയ്ത ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ് ഖജറാഹോ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഖജറാഹോ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ് ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. ക്ലിയർ ആണല്ലോ? ഇതിൽ തന്നെ കാന്താരിയ മഹാദേവ ടെമ്പിൾ ഇല്ലേ, അത് കൺസ്ട്രക്ട് ചെയ്തത് ഈ പറയുന്ന രാജ വിദ്യാധരയാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങി വെച്ചത് രാജ വിദ്യാധരയാണ്. മറ്റൊരു ഈ പറയുന്ന ചണ്ടേലാസിന്റെ സമയത്തുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ടെമ്പിൾ ആണ് വിശ്വനാഥ് ടെമ്പിൾ. വിശ്വനാഥ ടെമ്പിൾ. ഓക്കെ, അത് കൺസ്ട്രക്ട് ചെയ്ത രാജാവാണ് കിങ് ദങ്ക. ക്ലിയർ ആണല്ലോ? അപ്പം ഈ കാന്താരിയ മഹാദേവ ടെമ്പിൾ, ഖജറാഹോ ടെമ്പിൾ, അതുപോലെ വിശ്വനാഥ് ടെമ്പിൾ, ഇതൊക്കെ ഖജറാഹോ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആണ്. ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ് ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ രാജാക്കന്മാര് സാൻസ്ക്രിറ്റ് പോയറ്റിനെയും ജെയിൻ സ്കോളേഴ്സിനെയൊക്കെ ധാരാളമായിട്ട് പേട്രണൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഈ ഖജറാഹോ ടെമ്പിളില് ഹിന്ദു റിലീജിയന്റെ എലമെന്റ്സും കാണാം, അതുപോലെ ജൈനിസത്തിന്റെ എലമെന്റ്സും ഈ ടെമ്പിളിൽ കാണാൻ പറ്റും. മനസ്സിലായപ്പോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ സമയത്തുണ്ടായിരുന്ന രാജാക്കന്മാരാണ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, സാൻസ്ക്രിറ്റ് പോയറ്റിനെയും അതുപോലെ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനെയും അതുപോലെ ജൈനസത്തിനെയും ഒരുപോലെ പേട്രൈസ് ചെയ്ത രാജാക്കന്മാരായിരുന്നു ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡിൽ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പോഴത്തെ ഒരു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യൻ റേഞ്ച്, വിന്ധ്യ മൗണ്ടൻ റേഞ്ച് ഈ പറയുന്ന ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡിന്റെ ആ ഒരു ലൊക്കേഷനിലാണ് ഉള്ളത്. അതുപോലെ കെയ്ൻ ബേത്വ റിവർ ഒഴുകുന്നതും ഈ ഒരു പ്രദേശത്തെ കൂടെയാണ്. ക്ലിയർ അല്ലേ? ആൻഡ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് പന്ന നാഷണൽ പാർക്ക്. അത് ലൊക്കേറ്റ് ചെയ്തതും ഇവരുടെ ഈ ഒരു റീജിയനിലാണ്. പണ്ട് ഇവരുടെ കിങ്ഡം ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലത്താണ് പന്ന നാഷണൽ പാർക്ക് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം ഒരു ഇമ്പോർട്ടന്റ് ഡയമണ്ട് മൈനിങ് സൈറ്റ് കൂടിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആൻഡ് പിന്നെ ഈ ചണ്ടേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ് ആയിട്ട് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ, ഇപ്പൊ ഈ പൃഥ്വിരാജ് ചൗഹാൻ ഒരു യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ചഹമാനാസ്, ഇതാണ് ചണ്ടേലാസ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇങ്ങേര് ഇവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ ഇവരുമായിട്ടും യുദ്ധം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പൃഥ്വിരാജ് ചൗഹാൻ ഈ ചണ്ടേലാസ് ആയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ചെയ്ത യുദ്ധത്തില് ഈ ചണ്ടേല കിങ് ആ സമയത്ത് ചണ്ടേല കിങ്ങിന്റെ കമാൻഡറിന്റെ മക്കളായിട്ടുള്ള അൽഹ അതുപോലെ തന്നെ ഉഡൽ എന്നീ രണ്ടുപേര്, അതായത് ഞാൻ പറഞ്ഞ എന്താണ്, ചണ്ടേല രാജാവിന്റെ കമാൻഡറിന്റെ മക്കളാണ് ഉഡൽ ആൻഡ് അൽഹ. ഇവര് കൊല്ലപ്പെടുന്നു. ഓക്കെ, ആൻഡ് ഇവരെ ഇപ്പോഴും എന്താ പറയാ ഭയങ്കര ഹീറോസ് ആയിട്ടാണ് ആ ഒരു ഏരിയയിലെ ആൾക്കാർ കണക്കാക്കുന്നത്. അൽഹ, ഉഡൽ എന്ന രണ്ട് ചെറിയ പയ്യന്മാരാണ്. ഇവരെ പൃഥ്വിരാജ് ചൗഹാൻ യുദ്ധം ചെയ്ത് കൊന്നുകളയുന്നത്. മനസ്സിലായോ? അപ്പം ചണ്ടേലാസ് ആയിട്ട് പൃഥ്വിരാജ് ചൗഹാനും യുദ്ധം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓർത്തു വെക്കാം. ഓൾമോസ്റ്റ് പൃഥ്വിരാജ് ചൗഹാൻ മിക്കവാറും എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് രജ്പുട്സ് ആണ് പരമാരാസ് ഓഫ് മൾവ. ഓക്കെ, ക്യാപിറ്റൽ ഏതാണ്? ധാർ. ഓക്കെ, കറക്റ്റ് ഇപ്പോഴത്തെ ഒരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ ആ ഒരു ഏരിയയിലാണ് ഈ പരമാരാസിന്റെ പ്രസന്റ് ലൊക്കേഷൻ.
ക്യാപിറ്റൽ ധാർ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഫൗണ്ടർ ആണ് ഉപേന്ദ്ര. ഓക്കെ. ആൻഡ് ഫേമസ് റൂളർ ആണ് ആ ഒരു ഈ രജ്പുത് കിങ്ഡത്തിന്റെ ഫേമസ് റൂളർ ആണ് ഭോജ. ഓക്കെ, ഭോജ. ഈ വാക്ക് ശ്രദ്ധിക്കുക, ഇത് ഭോജ. നിങ്ങൾ മിഹിർ ഭോജ എന്ന് പറയുന്ന ഒരു കിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മിഹിർ ഭോജ. ഇനി എനിക്ക് നിങ്ങൾ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം, മിഹിർ ഭോജ എന്ന് പറയുന്ന കിങ് ഏത് ഡൈനാസ്റ്റിയുടെ കിങ് ആണെന്നും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, മിഹിർ ഭോജ ഏത് ഡൈനാസ്റ്റിയുടെ കിങ് ആണ്? ഓക്കെ. ഇനി മിലിറ്ററി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പറയുന്ന ഭോജ എന്ന് പറയുന്ന ഈ രാജാവ് ചാലൂക്യാസ് ഓഫ് സോളങ്കി അഥവാ ചാലൂക്യാസ് ഓഫ് ഗുജറാത്ത് അഥവാ സോളങ്കീസ് ആയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങേര് ആരുടെ സഹായം തേടിയെന്ന് അറിയോ? രാജേന്ദ്ര ചോളയുടെയും കാലാചുരി ഡൈനാസ്റ്റിന്റെയും സപ്പോർട്ട് മേടിച്ചിട്ടാണ് ഇങ്ങേര് യുദ്ധം ചെയ്തത്. ഇതല്ലേ ഇതാണ് കാലാചുരി ഡൈനാസ്റ്റി. ഓക്കെ. അപ്പം പരമാരാസ് ഓഫ് മാൾവ കാലാചുരി ഡൈനാസ്റ്റിന്റെയും അതുപോലെ തന്നെ രാജേന്ദ്ര ചോളയുടെയും സപ്പോർട്ട് വാങ്ങിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഈ ചാലൂക്യാസ് ആയിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം പരമാരാസ്, കാലാചുരി, രാജേന്ദ്ര ചോള ഇവരെല്ലാരും കൂടെ നിന്ന് ഈ പറയുന്ന ചാലൂക്യാസിനെതിരെ യുദ്ധം ചെയ്ത് ചാലൂക്യാസിനെ തോൽപ്പിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് പരമാരാസ് ഓഫ് മാൾവാന്റെ ഒരു മെയിൻ മിലിറ്ററി കോൺക്വസ്റ്റ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ സമയത്താണ് അൽ ബിറൂണി എന്ന് പറയുന്ന ഒരു അറബ് ട്രാവലർ ഇന്ത്യയിലേക്ക് വന്നതും ഇദ്ദേഹത്തിന്റെ രാജ്യത്തുണ്ടായ കാര്യങ്ങളെ പറ്റിയൊക്കെ വിവരിച്ചിട്ടുണ്ട്. അൽ ബറൂണി. ഓക്കെ. അടുത്താണ് ഈ പരമാരാസ് ഓഫ് മാൾവയുടെ മേജർ കൾച്ചറൽ ലെഗസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയാ ആ ഒരു ഏരിയയിലാണ് ഭോജേശ്വര ടെമ്പിൾ അഥവാ ഭോജ്പൂർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഭോജേശ്വര ടെമ്പിൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്ത രജ്പുത് കിങ്സ് ആണ് ആര്? പരമാരാസ് ഓഫ് മാൾവ. ആൻഡ് ഇമ്പോർട്ടന്റ് ലിറ്ററേച്ചർ അത് കിങ് ഭോജ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ കഥകളും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ടുവേർഡ്സ് ലിറ്ററേച്ചർ. ഏതൊക്കെയാണ് ബുക്സ്? സരസ്വതി കാന്തഭരണ, ശൃംഗാര പ്രകാശ. അപ്പൊ ഇത് രണ്ടും എഴുതിയത് ആരാണ്? കിങ് ഭോജ. ഭോജ എവിടുത്തെ രാജാവാ? പരമാരാസ് ഓഫ് മാൾവയിലെ ഭോജയാണ് എഴുതിയത്. ഓക്കെ. എന്തൊക്കെയാണ് അദ്ദേഹം എഴുതിയ രണ്ട് ബുക്ക്? സരസ്വതി കാന്തഭരണയും അതുപോലെ ശൃംഗാര പ്രകാശം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് പരമാരാസ് ഓഫ് മാൾവയെ പറ്റിയാണ്. ലൊക്കേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ധാർ, ഫൗണ്ടർ ഉപേന്ദ്ര, ഫേമസ് റൂളർ ആണ് ഭോജ. ആൻഡ് ഭോജ ആരുടെ സഹായം തേടി? രാജേന്ദ്ര ചോളയുടെയും അതുപോലെ തന്നെ കാലാചുരി ഡൈനാസ്റ്റിന്റെ സഹായം തേടി ചാലൂക്യസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്താണ് അൽ ബിറൂണി എന്ന് പറയുന്ന ഫോറിൻ ട്രാവലർ ഇന്ത്യയിലോട്ട് വന്നത്. ആൻഡ് കൾച്ചറൽ ലെഗസി നോക്കിയാൽ ഭോജേശ്വര ടെമ്പിൾ, അതാണ് ഇവര് കൺസ്ട്രക്ട് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെമ്പിൾ. ലിറ്ററേച്ചറിൽ ഭോജ എഴുതിയ 2-3 ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. അതാണ് സരസ്വതി കാന്തഭരണ അതുപോലെ ശൃംഗാര പ്രകാശ്. ക്ലിയർ അല്ലേ? അടുത്താണ് സോളങ്കീസ് ഓഫ് ഗുജറാത്ത് അല്ലെങ്കിൽ ചാലൂക്യാസ് ഓഫ് ഗുജറാത്ത് എന്ന് പറയാം. ആൻഡ് ഈ സോളങ്കീസ് ഓഫ് ഗുജറാത്ത് അല്ലെങ്കിൽ ചാലൂക്യാസ് ഓഫ് ഗുജറാത്തും ചാലൂക്യാസ് ഓഫ് വെങ്കി അതൊക്കെ രണ്ട് പേരാണ് കേട്ടോ. ഇത് രണ്ടും ഒന്നാന്ന് പറയരുത്. ചാലൂക്യാസ് ഓഫ് വെങ്കി, ചാലൂക്യാസ് ഓഫ് കല്യാണി ഇതെല്ലാം വേറെ ആൾക്കാരാണ്. സോളങ്കീസ് ഓഫ് ഗുജറാത്ത് ഓർ ചാലൂക്യാസ് ഓഫ് ഗുജറാത്ത് വേറെ ഒരു രജ്പുത് കിങ്ഡം ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് ഇവരുടെ ക്യാപിറ്റൽ ആയിരുന്നു അൻഹിൽവാദ്, പിന്നീട് പട്ടാൻ. ഓക്കെ. ഫൗണ്ടർ ആണ് മൂലരാജ. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ്. അതിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ആളാണ് ഭീമ വൺ. ഓക്കെ. ഭീമ വൺ, ജയസിംഹ, കുമാരപാല. അതിൽ ഭീമ വൺ എന്തായാലും പഠിക്കും. ഓക്കെ. മിലിറ്ററി കോൺഗ്രസ് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഖസ്നാവിഡ് ഇൻവേഷൻസിന് അതായത് മുഹമ്മദ് ഓഫ് ഗസ്നീനെ ഒക്കെ ചേർത്ത് നിന്നിട്ടുണ്ട്. ചേർത്ത് നിന്നിട്ടുണ്ട്. പിന്നെ ബാറ്റിൽ ഓഫ് ഖഷറാഡ അത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ ഇദ്ദേഹം ഖസ്നാവിഡ് ഇൻവേഷൻസിന് തടഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഭീമാവൺ ഭരിച്ചുകൊണ്ടിരുന്ന സെയിം സമയത്ത് തന്നെയാണ് മഹമ്മൂദ് ഓഫ് ഗസ്നി സോമനാഥ് ടെമ്പിളിൽ, ഗുജറാത്തിലുള്ള സോമനാഥ് ടെമ്പിളിലോട്ട് വന്ന് അവിടുത്തെ സ്വർണവും ബാക്കി രത്നങ്ങളും ബാക്കി നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എന്താ പറയാ കൊള്ളയടിച്ചുകൊണ്ട് പോയതും ഭീമാവണിന്റെ സമയത്ത് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ സോമേശ്വര ടെമ്പിൾ
എന്താ പറയാ ഭീമ വണ്ണ് നല്ലപോലെ ഗസ്നാവിഡ് ഇൻവേഷനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും സോമനാഥ് ടെമ്പിൾ, ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിളിലേക്ക് മഹ്മൂദ് ഗസ്നി വന്ന് നല്ലപോലെ കൊള്ളയടിച്ച് പോയതും ഭീമ വണ്ണിന്റെ സമയത്ത് തന്നെ. ഓക്കെ. ആൻഡ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെമ്പിൾ അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊതേര സൺ ടെമ്പിൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. ആരുടെ? സോളങ്കീസിന്റെ ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻ ആണ് മൊധേര സൺ ടെമ്പിൾ. ഇവിടെ തന്നെയാണ് റാണി കി വാവ്, ക്യൂൻ സ്റ്റെപ്പ് എന്ന് പറയും. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതും ഈ ഒരു സോളങ്കീസ് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ റാണി കി വാവ് എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ ഇന്ത്യയിലെ ഏത് കറൻസി നോട്ടിലാണ് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്നത്? ഓക്കെ, അതും കൂടെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മിഹിർ ഭോജ എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു? രണ്ടാമത്തെ റാണി കി വാവ് അല്ലെങ്കിൽ ക്യൂൺ സ്റ്റെപ്വെല്ലിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് വരുന്ന ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണെന്ന് കൂടെ നിങ്ങൾ മെസ്സേജ് അയക്കും. ഓക്കെ. അടുത്താണ്, അപ്പം ഈ സോളങ്കീസിന്റെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഒരു പേര് പിടിക്കും, സോളങ്കി സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. മനസ്സിലായോ? ചണ്ടേലാസിന്റെ ഖജറാവോ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണെങ്കിൽ ഇത് സോളങ്കി സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. ചാലൂക്യാസ് ഓഫ് ഗുജറാത്ത് അല്ലെങ്കിൽ ഇവര് സോളങ്കീസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് പറയും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് മൊധേര സൺ ടെമ്പിൾ. ഓക്കെ. അടുത്താണ്, ഒരു മിനിറ്റ്. ആൻഡ് ഇവര് ജെയിൻസിനെയും ജെയിൻ സെയിൻസിനെയും അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് എല്ലാവരെയും പാട്രണൈസ് ചെയ്തിട്ടുണ്ട് ഈ കിങ്സും. ഓക്കെ, അത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. അത് എല്ലാവരും തന്നെ ജെയിൻസിനെയും ഹിന്ദുയിസത്തിനെയും ഒക്കെ പാട്രണൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ജോഗ്രഫിക്കൽ ഏരിയാസ് ആണ് ഏത്? ഒന്ന് ഗിർ ഹിൽസ് ഉണ്ട്. സബർമതി സരസ്വതി റിവർ ഫ്ലോ ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു ഏരിയയിൽ കൂടെയാണ്. സബർമതി സരസ്വതി റിവേഴ്സ്. ഓക്കെ. അപ്പൊ ഗിർ ഹിൽസ് ഇവിടെ ഉണ്ടെങ്കിൽ ഗിർ ഫോറസ്റ്റ് അതൊക്കെ ഇവിടെ തന്നെയായിരിക്കും. അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി ഏതെങ്കിലും എന്താ പറയാ, ഇനി നിങ്ങൾ ഫർദർ ആയിട്ട് ജോഗ്രഫിയിലും എൻവയോൺമെന്റിലും ഒക്കെ ഏതെങ്കിലും നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറി പിന്നെന്താ ബേർഡ് സാഞ്ചുറി അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് ഒക്കെ പഠിക്കുമ്പോൾ ഇവരുടെ ഏതെങ്കിലും ഏരിയയിലാണെന്നും കൂടെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് നിങ്ങൾ വേണം ഇനി ബാക്കി നിങ്ങളുടെ രീതിയിലേക്ക് ഈ നോട്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? അടുത്താണ് തോമാസ് ഓഫ് ഡൽഹി. അതില് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൽഹി തന്നെയാ പറയാം. ഓക്കെ, ക്യാപിറ്റൽ ഡൽഹിയാണ്. ഫൗണ്ടർ ആണ് അനങ്പാൽ തോമർ. ഓക്കെ. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറിന്റെ പേരാണ് അനങ്പാൽ ടു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ലാൽ കോട്ട് ഫോർട്ട്. ലാൽ കോട്ട് ഫോർട്ട് എന്ന് പറഞ്ഞാൽ റെഡ് ഫോർട്ട് അല്ല കേട്ടോ. ഇപ്പോഴത്തെ കുത്തബ് മിനാറിന്റെ ചുറ്റിനുള്ള അവിടെയുള്ള കൺസ്ട്രക്ഷൻ ആണ് ലാൽ കോട്ട് ഫോർട്ട്. അത് തോമാസ് ഓഫ് ഡൽഹി ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, പിന്നീട് ഇവിടെ ഇതിൽ എഴുതിയിട്ട് ഈ ലാൽ കോട്ട് ഫോർട്ട് ഇറ്റ്സ് എ പ്രീ കഴ്സർ ടു കില റായ് പിത്തോര. കില റായ് പിത്തോര എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇതാണ് ലാൽ കോട്ട് ഫോർട്ട്. ഓക്കെ. കുത്തബ് മിനാർ ഒക്കെ പോയിട്ടുള്ളവർക്ക് അതിന്റെ ചുറ്റുമുള്ള കൺസ്ട്രക്ഷൻ അതാണ് ലാൽ കോട്ട് ഫോർട്ട്. ഓക്കെ. അതിന് ചുറ്റും ഒരു ബൗണ്ടറി കൺസ്ട്രക്ട് ചെയ്യാണ് പിന്നീട് പൃഥ്വിരാജ് ചൗഹാൻ. കാരണം തോമാർസിന് പൃഥ്വിരാജ് ചൗഹാന്റെ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് തോമാർസിന് ചൗഹാൻസ് ആയിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവർക്ക് ഗഹഡാവാലാസിനെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തോമാർസ് അവരുടെ സാധനങ്ങൾ അവരുടെ ഏരിയ ഒക്കെ ചൗഹാൻസിന് കൊടുത്തു. അങ്ങനെയാണ് പിന്നീട് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ഈ പറയുന്ന ലാൽ കോട്ടിന് ചുറ്റും ഒരു ബൗണ്ടറി വാൾ കൺസ്ട്രക്ട് ചെയ്തു. അതും കൂടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? കില റായ് പിത്തോര. അപ്പൊ കില റായ് പിത്തോര ആരാ കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്. അനങ്പാൽ ടു കൺസ്ട്രക്ട് ചെയ്തതാണ് എന്ത്? ലാൽ കോട്ട് ഫോർട്ട്. ക്ലിയർ അല്ലേ? ഡൽഹി റിഡ്ജ്. ഈ ലാൽ കോട്ട് ഫോർട്ട് ഒക്കെ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഈ ആരവല്ലി ഹിൽസിന്റെ ഏറ്റവും അറ്റത്തുള്ള ഡൽഹി റിഡ്ജിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ യമുന റിവർ ഫ്ലോ ചെയ്യുന്നതും പണ്ട് തോമാർസ് ഭരിച്ചിരുന്ന ഏരിയ കൂടെയാണ്. ഓക്കെ. അപ്പം ഇവിടെയുള്ള മേജർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് എന്ത്? ഡൽഹി റിഡ്ജും. ഡൽഹി റിഡ്ജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ പറയുന്ന ആരവല്ലി ഹിൽസിന്റെ അറ്റം ഡൽഹി റിഡ്ജും പിന്നെ യമുന റിവർ ഫ്ലോ ചെയ്യുന്നതും ഈ ഒരു ഏരിയ കൂടെയാണ്. ക്ലിയർ അല്ലേ? ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെഷനിൽ
ഈ ഒരു സെഷനിലെ ലാസ്റ്റ് രജ്പുത് കിങ്സ് ഫസ്റ്റ് അതാണ് ഗഹഡവാലാസ് ഓഫ് കനൗജ്. ഓക്കെ, അവരുടെ ക്യാപിറ്റൽ കനൗജ് ആണ്. ഫൗണ്ടർ ആണ് ചന്ദ്രദേവ എന്ന് പറയുന്ന കിങ്. ഓക്കെ, നോട്ടബിൾ റൂളേഴ്സ് ആണ് ഗോവിന്ദചന്ദ്രൻ, ജയചന്ദ്രൻ. ജയചന്ദ്രൻ ഇപ്പൊ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ, പൃഥ്വിരാജ് ചൗഹാന്റെ ഭാര്യയായിരുന്ന സംയുക്തയുടെ അച്ഛൻ. ഓക്കെ, അദ്ദേഹം കാരണമാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ തന്നെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം ജയചന്ദ്ര അദ്ദേഹം ഏത് കിങ്ഡത്തിൽ പെടുന്ന ആളാ? ഗഹഡവാലാസ് ഓഫ് കനൗജ്. അപ്പൊ ഇമ്പോർട്ടന്റ് റൂളറാണ് ജയചന്ദ്ര. കഥ ഇനി പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ? അടുത്താണ് മിലിറ്ററി ഫോർട്ട് അഗെയിൻസ്റ്റ് തുർക്കിഷ് ഇൻവേഡേഴ്സിനും ബാക്കി എല്ലാവരും അതായത് ഈ ജയചന്ദ്രൻ നല്ലപോലെ ബാക്കി രജ്പുത് കിങ്ഡത്തിനെ എതിരെയും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുർക്കി അറബ് ഇൻവേഷനെതിരെ അദ്ദേഹം നല്ലപോലെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സ്ട്രോങ് റൂളേഴ്സ് ആയിരുന്നു കേട്ടോ ഇവരും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഗഹഡവാലാസ് എന്ന് പറയുന്നത് സൂര്യവംശത്തിൽപ്പെടുന്നവരാണ്. ഓക്കെ, നമ്മള് ചൗഹാന്റെ ഇതെന്താ, ചൗഹാൻസ് നമ്മൾ ആദ്യത്തെ കഥയിൽ പറയുന്ന പോലെ അഗ്നി പ്ലാനിൽ ഉണ്ടായവരാണ് ആര്? ചൗഹാൻസ്. ഈ ഗഹഡവാലാസ് സൂര്യ ക്ലാനിൽ പെടുന്നവരാണ്. അപ്പൊ ഇവർക്ക് ഈ വംശങ്ങൾ തമ്മിലുള്ള ആ ഒരു കാസ്റ്റ് ബേസ്ഡ് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലേ, അതുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന, അതും ഒരു കാരണമാണ് ഈ പറഞ്ഞ ജയചന്ദ്ര തന്റെ മകളായിട്ടുള്ള സംയുക്തനെ പൃഥ്വിരാജ് ചൗഹാന് വിവാഹം ചെയ്ത് കൊടുക്കാതിരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സൂര്യവംശത്തിലാണ് ഗഹഡവാലാസ് പെടുന്നത്, മറ്റവര് അഗ്നിവംശത്തിലാണ്. അപ്പൊ ഇവര് തമ്മില് ഈക്വാളിറ്റി ഇല്ല. അപ്പം ഓരോരുത്തരും അവരവരുടേതാണ് വലുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ടുമാണ് സംയുക്തനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരുന്നത്. ക്ലിയർ അല്ലേ? അതും ഒരു റീസൺ എന്ന് പറയുന്നു. അറിയില്ല, ഇതൊക്കെ ചുമ്മാ കഥകളാട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും വേണ്ടി കഥകൾ പറഞ്ഞു പോകുന്നേ. ക്ലിയർ അല്ലേ? അടുത്താണ് ഇമ്പോർട്ടന്റ് ആർക്കിടെക്ചർ. അതായത് ഇപ്പോഴത്തെ വാരണസിയിലുള്ള മിക്കവാറും എല്ലാ കൺസ്ട്രക്ഷൻസും ഘട്ട്സും, ഓക്കെ, അതെല്ലാം ഉണ്ടാക്കിയത് ഈ ഗഹഡവാലാസ് രാജാക്കന്മാരായിരിക്കും. അവരുടെ ടൈമിൽ അവരായിട്ട് പണിയിപ്പിച്ചതായിരിക്കും മിക്കവാറും വാരണസിയിലൊക്കെ കാണുന്ന മിക്ക ടെമ്പിൾസ്. ആൻഡ് ഇവര് കുറച്ചുകൂടെ കൂടുതലായിട്ട് പേട്രണൈസ് ചെയ്തത് ആരൊക്കെയാ? സാൻസ്ക്രിറ്റ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ജെയിൻ സ്കോളേഴ്സിനെയാണ്. ഓക്കെ, ഗഹഡവാലാസ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സിനെ പേട്രണൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടന്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒന്ന്, ഗംഗാ റിവർ ഫ്ലോ ചെയ്യുന്ന ഇവരുടെ ഈ ഒരു ഏരിയ കൂടെയാണ്. അപ്പം ഗംഗാ റിവർ ഫ്ലോ ചെയ്യുന്നിടത്താണല്ലോ ഗാൻജറ്റിക് പ്ലെയിൻസ്. സോ ഗാൻജറ്റിക് പ്ലെയിൻസ്, വാരണസി, സാർനാഥ് ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതും അന്ന് ഗഹഡവാലാസ് ഭരിച്ചിരുന്ന സ്ഥലത്താണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ, പ്രിലിംസിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് ട്രൈ ചെയ്യാം. ആൻഡ് ഈ 2 ആൻസേഴ്സും ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പൊ ഈ സെഷൻ വ്യക്തമായിട്ട് മനസ്സിലായതിനു ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ട് രജ്പുത് കിങ്ഡത്തിനെ പറ്റിയാണ്. അതിൽ എല്ലാ രജ്പുത് കിങ്ഡംസിനെയും അവരുടെ കിങ്സിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് UPSC ചോദിക്കുന്ന രജ്പുത് കിങ്സും അവരുടെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡാണ് ഓരോ കിങ്സ് അവരുടെ ക്യാപിറ്റൽ പ്ലസ് അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കന്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ലാസ്റ്റ് ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഓരോ സ്ലൈഡ്സിൽ. ഇത് കൂടാതെ നിങ്ങളും ഇനി ഇതിലേക്ക് ഞാൻ പറയാതെ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. വേറെ ഏതെങ്കിലും റിവേഴ്സോ ഏതെങ്കിലും ഡാം ഒക്കെ അതിന്റെ അടുത്തായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ നോട്ടിലേക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.